ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടൻസിയുടെ +1 ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1 ഓൾറെഡി നമ്മൾ കവർ ചെയ്ത ഏരിയ ആണ്. അപ്പോൾ ചാപ്റ്റർ 2 വന്നിട്ട് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റും പിന്നെ ഒരു എക്സ്ട്രാ കുറച്ച് തിയറി പോർഷൻസ് മാത്രമേ കവർ ചെയ്യാനായിട്ടുള്ളൂ. വെരി ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ്. The concept of business entity assumes that business has a distinct and separate entity from its owner. ഈ കോൺസെപ്റ്റ് വെരി സിമ്പിൾ ആണ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് വേറെ ഓണർ വേറെ എന്നുള്ളതാണ്. സെയിം ആയിട്ട് നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, എൻറ്റിറ്റിയും അതിന്റെ ഓണറും സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഇത് രണ്ടും ഒന്നല്ല എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. പിന്നെ when a person brings some money as capital into his business, it is treated as liability of business to the owner. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഇതിന്റെ ഓണർ ക്യാപിറ്റൽ ആയിട്ട് കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലും ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഓണർ സെപ്പറേറ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിന്റെ എമൗണ്ട് അത്രയും ബിസിനസ് ആർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്? ഓണർക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഓണർ ബിസിനസ്സിലോട്ട് കുറച്ച് ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ പോലും ബിസിനസ്സിന് എന്തിനുള്ള ലൈബിലിറ്റി ഉണ്ട്? ഇത്രയും എമൗണ്ട് പ്ലസ് പ്രോഫിറ്റ് ആർക്ക് തിരിച്ചു കൊടുക്കണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ഇത്രയാണ് ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താലും അത്രയും എമൗണ്ട് തിരിച്ചു വീട്ടാനുള്ളതാണ്, കടമായിട്ടാണ് വീട്ടാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓണറും ബിസിനസ്സും സെപ്പറേറ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റലിനെ ലൈബിലിറ്റി പോലെ ട്രീറ്റ് ചെയ്ത് അതിന് ക്രെഡിറ്റ് ബാലൻസ് ഉള്ളത്. അപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൽ പറയുന്നത് ബിസിനസ് വേറെ ഓണർ വേറെ. ഓണർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബിസിനസ് അത്രയും എമൗണ്ട് തിരിച്ചു കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ക്യാപിറ്റലിനെ ലയബിലിറ്റി പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. വെരി സിമ്പിൾ ആണ്. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ഫ്രീക്വന്റ്ലി എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ മാച്ച് ദ ഫോളോയിങ്ങിലും ഒക്കെ ഈ ഒരു കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട്. സോ ഇത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് മണി മെഷർമെന്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ട്രാൻസാക്ഷൻ ഇൻ ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് നമ്മുടെ ഒരു ബിസിനസ്സിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഫർണിച്ചർ വാങ്ങിച്ചു, സാലറി കൊടുത്തു, റെന്റ് കൊടുത്തു, കമ്മീഷൻ കിട്ടി, അങ്ങനെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും നമുക്ക്. പക്ഷെ ഇതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് മോണിറ്ററി ടേംസിലാണെങ്കിൽ മാത്രമേ നമുക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മോണിറ്ററി ടേംസിൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ മോണിറ്ററി ടേംസിൽ നമുക്ക് മാത്രമേ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തത് സെയിൽ ഓഫ് ഗുഡ്സ്. നമ്മൾ ഗുഡ്സ് വിറ്റു, അതിന്റെ പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അല്ലാതെ ആ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഗുഡ്സിന്റെ എന്താണ് അതിന്റെ പ്രൈസ് വെച്ചിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മോണിറ്ററി ടേംസിലുള്ളത് മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ എക്സ്പെൻസ് പേ ചെയ്തു, അപ്പോഴും ആ എമൗണ്ട് മണിയുടെ വാല്യൂലുള്ളതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും മോണിറ്ററി ടേംസിൽ മാത്രമേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇതും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. Going concern concept means a business stay operational for the foreseeable future. ഈ ഒരു ടേം ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഹാസ് ആൻ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ലൈഫ്. ഈ രണ്ട് ടേംസും ഇതിൽ ഹൈലൈറ്റ് ചെയ്യാം. ഈ രണ്ട് വേർഡ്സും നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ വരേണ്ടതാണ്. ഓക്കെ, ഈ കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ആക്കാൻ പോവുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് അത്രയും പീരീഡിലേക്ക് ഉദ്ദേശിച്ചിട്ടല്ല ഞാനത് സ്റ്റാർട്ട് ആക്കുന്നത്. അതിനൊരു ഇൻഡെഫിനിറ്റ് ആയിട്ടൊരു പീരീഡ് ഉണ്ട്. ഗോയിങ് കൺസേൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓരോ ബിസിനസ്സും സ്റ്റാർട്ട് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഗോയിങ് കൺസേൺ എന്നുള്ള രീതിക്കാണ് നമ്മൾ ഓരോ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഈ 2 വേർഡ്സും നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഈ 2 വേർഡ്സും ആ ആൻസറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത കോൺസെപ്റ്റ് ആണ് അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ്. Accounting period refers to a span of time at the end of which the financial statements of an enterprise are prepared to know its profit or loss and financial position. Accounting period എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കലണ്ടർ ഇയർ എന്താണ്?
ജാനുവരി 1 ടു ഡിസംബർ 31 ആണ് നമ്മുടെ കലണ്ടർ ഇയർ വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ട്, അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് April 1 ടു എൻഡ് ചെയ്യുന്നത് March 31 ആണ്. ഓക്കെ, ഞാനിവിടെ എഴുതിയിടാം. April 1 ടു March 31 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇയർ, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു പീരീഡിലേക്കാണ് നമ്മൾ ഓരോ എന്താ പറയാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏത് ഈ ഡേറ്റിൽ, ഇയർ എൻഡിലാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് ടു നോ പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അപ്പോൾ ഈ ഒരു പീരീഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താണ് ഇതിൽ നമ്മൾ ചെയ്യുന്നത്, ഈ ഒരു ഇയർ എൻഡിൽ, ഇതാണ് ഇയർ എൻഡ് അല്ലെ, ലാസ്റ്റ് വരുന്ന ഡേറ്റ് ആണ് 31 മാർച്ച്. ഈ ഇയർ എൻഡിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും. സോ ഈ ഒരു കോൺസെപ്റ്റും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാ കോൺസെപ്റ്റും 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ ഒരുമിച്ച് 2-3 കോൺസെപ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. അതായത് ഒരു കോൺസെപ്റ്റുകളുടെ പേര് ഈ സൈഡിലും അതിന്റെ സെന്റൻസ് ആയിട്ട് ഈ ഒരു സൈഡിൽ തന്നിട്ടുണ്ടാവും, എന്നിട്ട് മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിക്കും. ഈ 2 ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ 2 കോൺസെപ്റ്റും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.